പ്ലീസ് ചേച്ചി, കരയില്ല ഇങ്ങനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമാവും. എല്ലാം നന്നായിട്ടല്ലേ ഇരുന്നത്? നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ പറ്റിയേ? ഞാനിത് നിന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്താ കാരണം എന്ന് അറിയാനുള്ള അവകാശം പോലില്ല എനിക്ക്. ഫോൺ എടുക്ക ദിദി, എന്നിട്ട് ഞാൻ ഇല്ലാന്ന് പറ. ദൈവമേ, ഫോൺ എടുത്തല്ലോ. ജീവൻ പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ നേരിട്ട് വരാം. അതെന്താണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം. എന്റെ തെറ്റ് എന്താണെങ്കിലും അത് ഞാൻ തിരുത്തിക്കോളാം. ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ അതിഥിയാ. ചേച്ചി ഇവിടെ ഇല്ല. നീ എന്തിനു കള്ളം പറയുന്നേ? അവൾ അവിടെ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് ഫോൺ കൊടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. പക്ഷേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യ്. അറ്റ്ലീസ്റ്റ് ആ മൊബൈൽ ഒന്ന് ലൗഡ് സ്പീക്കറിലിടാവോ? ഒരു മിനിറ്റ് ചേട്ടാ. ആരതി, നീ എന്ന് വെച്ചാ എനിക്കെന്റെ പ്രാണനാ. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടി. എന്തുകൊണ്ടാ നിനക്ക് എന്റെ ഫീലിങ്സ് മനസ്സിലാവാത്തെ? പ്ലീസ് എന്നെ വിട്ടു പോകല്ലേ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്. ആരതി, എന്താ പറ്റിയെന്നൊരു വാക്കെങ്കിലും എന്നോട് പറ. ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ പ്ലീസ്. എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലല്ലേ. എന്നെ കൊണ്ട് പറ്റുന്നില്ല ആരതി. പ്ലീസ് സംസാരിക്ക്. ചേട്ടൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് അമ്പലത്തിൽ വെച്ച് കുറെ കപ്പിൾസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരാരും നമ്മളെ പോലെയല്ല. നീ എന്നെക്കാൾ ഒരുപാട് ചെറുതാ. നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ല. നീ എന്താ ഈ പറയുന്നേ? ആരെ പോലെ ഇല്ലാന്നാ? ആരെ പോലെ ഇരിക്കണ്ടേ? ഞാൻ കണ്ട കപ്പിൾസിലെ പയ്യന്മാർക്ക് നല്ല ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു വിക്കി. നിനക്ക് എപ്പോ നോക്കിയാലും കുട്ടികളി മാത്രമേ ഉള്ളൂ. നീ വേദാന്ത മേനോന്റെ അനിയനാണെന്ന് ഒഴിച്ചു നിർത്തിയ നിനക്ക് വേറെ ഒന്നുമില്ല. നിന്റെ ആരും വിശ്വസിക്കാതെ ഈ പൊട്ടക്കഥ വേറെ ആരോടെങ്കിലും പോയി പറ. നീ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയവനൊന്നല്ല ഞാൻ. നീ പറഞ്ഞ കഥകളൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് നീ വിചാരിക്കാൻ വേണ്ട. നീ ഇങ്ങനെ കാണിക്കുന്നതിന് വേറെന്തോ റീസൺ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. The number you're calling is switched off right now. ഇത് തന്നെയാ പറഞ്ഞ ലൊക്കേഷൻ. വേദാന്ത്,
പറഞ്ഞിരുന്നില്ലേ ഇവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന്. രാവിലെ മുതലേ ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു, ഒന്ന് ഫോൺ എടുത്തത് പോലും ഇല്ല. ഇവിടെ എന്തൊക്കെയാ നടന്നേന്ന് അറിയോ നിങ്ങൾക്ക്? അമൂല്യ, ജസ്റ്റ് കാം ഡൗൺ. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നിനക്ക് എന്താ പറ്റിയ? എന്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നത് നീയല്ലേ വേദ? അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറ. ചേച്ചിയും വിക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവരുടെ എൻഗേജ്മെന്റ് എങ്ങനെയെങ്കിലും ഒക്കെ നടത്തണം വേദ. നിന്നെ കൊണ്ട് മാത്രമേ അത് പറ്റൂ. ഓക്കെ ഓക്കെ, ഫസ്റ്റ് റിലാക്സ്. എല്ലാം ശരിയാവും. സിദ്ധാർത്ഥു ആദ്യം ഇവിടെ ഉണ്ട്. സോറി ചേട്ടാ, ഞാൻ ആരെയും കണ്ടില്ല. വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയപ്പോ ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു. അതുകൊണ്ടാ. അമൂല്യ, നീ ആദ്യം ഡയറക്റ്റ് ആയിട്ട് കാര്യം പറ. എന്താ സംഭവിച്ചേ? കാര്യം എന്താന്ന് പറ. നിനക്ക് അറിയുന്നതൊക്കെ ക്ലിയർ ആയിട്ട് എന്നോട് പറ. ആരതി ചേച്ചി, ഇതെനിക്കും അറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ നടന്നെന്ന് ഇവിടെ ആർക്കും അറിയില്ല. ചേച്ചി തന്നെ എൻഗേജ്മെന്റ് വേണ്ടെന്ന് പറയുന്ന കേട്ട് എല്ലാരും നല്ല വിഷമത്തില. അച്ഛൻ വേണ്ടെങ്കി വേണ്ട, അത് വിട്ടേക്ക്, അവളുടെ ഇഷ്ടമാണ്, അതൊക്കെ അവള് ചെറിയ കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞു. അതുമാത്രല്ല, വേദാന്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ എടുത്തു വെക്കൂ, തിരിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നോക്കുമ്പോ ഇത്രയൊക്കെ സംഭവിച്ച ശേഷവും അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാ എന്റെ ആശ്ചര്യം. ഏതൊരച്ഛനും ഇങ്ങനെ പ്രതികരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻഗേജ്മെന്റ് നടക്കില്ലേ? എന്താ നടന്നെന്ന് വാ തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം അറിയുന്നവരാണെങ്കിൽ ആരും വാ തുറക്കുന്നുമില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ആദ്യം നടന്ന കാര്യം പറ. ഇനി നമ്മുടെ വിക്കി എങ്ങാനും എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നോ നോ നോ, അവൻ ആരതിയുടെ കാര്യത്തിൽ ഒരു തെറ്റ് ചെയ്യാനും സാധ്യതയില്ല. അവളുടെ കാര്യത്തിൽ അവളെ സന്തോഷിപ്പിക്കുന്നതല്ലാതെ മറ്റൊന്നിനെ പറ്റി അവൻ സംസാരിക്കാറില്ല. അത് ശരിയാ വേദാൻ. ഇത്രയും നാളിനിടയ്ക്ക് അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. വിക്കിക്ക് കുട്ടിക്കളിയുണ്ട് എന്ന് കരുതി നിശ്ചയം നിർത്തേണ്ട രീതിയിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേദാന്ത്. പിന്നെ എന്തായിരിക്കും റിയൽ റീസൺ സിദ്ധാർത്ഥ്? ആരതിയാണെങ്കിൽ വളരെ ഇന്നസെന്റാ. അവളെ സങ്കടപ്പെടുത്തുന്ന എന്തോ നടന്നിട്ടുണ്ട്. എനിക്ക് ഈ പ്രശ്നത്തില് മറ്റാരെങ്കിലും കൈകടത്തിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നുവെച്ചാ എക്സാക്റ്റ് ആയിട്ട് എന്താ കാര്യം എനിക്കും മനസ്സിലായിട്ടില്ല. ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അതവർ നേരത്തെ പറഞ്ഞേനെ. ഇവര് പറഞ്ഞിട്ടുമില്ല. പിന്നെ വിക്കിക്ക് ഇത് അറിയില്ലാത്ത സ്ഥിതിക്ക് മറ്റാരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ? ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. നിങ്ങളാരും ടെൻഷൻ ആവണ്ട. ശരി. നീ ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകുന്നേ? ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്തോളാം. സിദ്ധാർത്ഥ്, ഒരു കാര്യം ചെയ്യേ. എന്റെ കാർ എടുത്തോണ്ട് പോയി അമൂല്യെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ സുമേഷിനെ വിളിച്ച് വേറെ കാർ അയക്കാൻ പറയാം. മോളെ, നീ ഇവരുടെ കൂടെ പൊക്കോ. ശരി ചേട്ടാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം നിങ്ങളെ. ടേക്ക് കെയർ ഓഫ് വിക്കി ചേട്ടാ. നീ ഇങ്ങനെ ടെൻഷൻ ആവില്ല അമൂല്യ. എല്ലാം വേഗം ശരിയാവും. കൂളായിട്ട് പോ. ആരതിയോട് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്ക്. എന്തേലും കാര്യം അറിഞ്ഞാൽ എന്നെ ഇൻഫോം ചെയ്യേ. ടേക്ക് കെയർ.
ഈ MLA പ്രഭാകരനെ പ്രോപ്പറായിട്ട് പ്രഭാകരൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ചെസ്സിൽ തോറ്റ് തൊപ്പിയിട്ടതുകൊണ്ടാവും. അതുകൊണ്ട് അല്ല ചേച്ചി, എപ്പോഴും എന്നെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കല്ലേ. എപ്പോഴും ഞാൻ ചെസ്സിൽ ഇങ്ങനെ വിജയിച്ച് എന്റെ എതിരാളികളെ തോൽപ്പിക്കുക പതിവാണ്. എനിക്ക് അങ്ങനെയാണ് ഈ പേര് കിട്ടിയത്. അങ്ങനെയുള്ള എന്നെ തോൽപ്പിക്കാന്ന് പറഞ്ഞ ചേച്ചിയെ കൊണ്ട് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ചെക്ക്. അയ്യോ, ഇതെങ്ങനെയാ ഇങ്ങനെ സംഭവിച്ചേ? ഈ മൂമെന്റ് ഞാൻ കണ്ടതേയില്ല. എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ നോക്കും, പക്ഷെ ഞാൻ എവിടെ നോക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. അത് തന്നെ എന്റെ വിജയത്തിന്റെ രഹസ്യവും. ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ ഇടിച്ചു കയറാൻ എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് മുന്നിലൊരു തടസ്സമുണ്ടാകുന്നത് ഒരിക്കലും ഞാൻ സഹിക്കില്ല. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ. ഫുൾ കൺഫ്യൂഷനിലാണ് ചേച്ചി. ഈ കുടുംബവുമായി ഒരു ബന്ധമുണ്ടാക്കാൻ അവരെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇനി അഥവാ അവൾ ഇവിടെ വന്നാലും അവൾക്ക് ഞാൻ സ്വൈരത കൊടുക്കില്ല. ആ അമൂല്യ എന്ന് പറയുന്ന പീറ പെണ്ണന്റെ ചെകിട്ടത്തടിക്ക് അപമാനിക്കുകയും ചെയ്തവളാ. ആ അപമാനം ഒരു കാരണവശാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്കുണ്ടായ ആ നാണക്കേടിന് ഞാൻ തിരിച്ചടി കൊടുത്തേ അടങ്ങും. ഒരു ദിവസം അവള് ചേച്ചിന്റെ കാലി വീണെന്നല്ലേ പറഞ്ഞത്? എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്റെ കാലയിൽ വീണ ഞാൻ മറക്കുമെന്നാണോ? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്ത് കാര്യമാണ് ചേച്ചി? ആരതിക്ക് എൻഗേജ്മെന്റിന് താല്പര്യമില്ല എന്ന് തറപ്പിച്ച് പറയാൻ കാരണം തന്നെ ഈ ഞാന്. അമ്മേ ഇങ്ങത്താ അമ്മേ, ഞാൻ വിളമ്പാം. നീ വിളമ്പിയതൊക്കെ മതി, ഞാൻ കൊടുത്തോളാം. നീ നിന്റെ കാര്യം പോയി നോക്ക്. ഇന്നാ മോളെ. റമി, എന്താ നിന്റെ പ്രശ്നം? പതിവില്ലാത്ത രീതിയിലാണല്ലോ പെരുമാറ്റം. ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ആ മതി. ഞാനിവിടെ സംസാരിക്കുന്നില്ല. പറയേണ്ടവരൊക്കെ പറയട്ടെ. എന്റെ വാക്കുകളാണല്ലോ ഇവിടെ പ്രശ്നം. അവർക്ക് എങ്ങനെ തോന്നുന്നുവോ ആ രീതി തന്നെ അവര് പെരുമാറട്ടെ. എല്ലാവർക്കും അവരോട് ചുമ്മാ ഇരിക്കുന്നേ. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിന്നെ ആരും വിഷമിപ്പിക്കാൻ പാടില്ല. നിനക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല. നിന്നോട് ഒരു കാര്യവും ചോദിക്കാൻ പാടില്ല. എന്നാ നിനക്ക് എല്ലാരും വേദനിപ്പിക്കാം. എന്നാ പിടിക്ക്, പോയി വിളമ്പ്. ഇതിന്റെ ഒപ്പം എല്ലാവർക്കും കുറച്ച് വിഷം കൂടെ ചേർത്ത് നീ വിളമ്പ്. ചെല്ല്. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് നമ്മള് കഷ്ടപ്പെട്ടില്ലേ? നാളെ എങ്ങനെ ഓർത്ത് നമ്മള് എത്രയോ രാത്രികൾ ഉറക്കമില്ലാതെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാല് ആ കഷ്ടപ്പാടിൽ പോലും ഒരു കാര്യത്തിന് പോലും നിങ്ങൾ എന്നോട് ഒരു തരത്തിൽ പോലും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. എന്നാ നിങ്ങൾ ഇന്ന് ഒന്നും ചിന്തിക്കാതെ ദേഷ്യപ്പെടുക. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി എന്നോട് നിങ്ങൾ ദേഷ്യപ്പെട്ടല്ലേ? എനിക്ക് നിന്നോട് ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല. ദേഷ്യം വരുകയില്ല. പക്ഷെ ഇന്ന് നീ തന്നെ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ദേഷ്യം വരുത്തില്ലേ? ഇവിടെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? റമി, ഇത് ശരിയല്ല. ഇവൾ ചെയ്യുന്നതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ നമ്മുടെ വിഷമമല്ല എന്തിനും മക്കളോട് കാണിക്കണം. അവളെ അവളുടെ പാട്ടിന് വിട്ടേക്കാം. ഇനി ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ആരുടെയൊക്കെ മനസ്സിൽ എങ്ങനെ ജീവിക്കണമെന്ന് തോന്നുന്നോ അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചോളൂ. ഇത്രയും വർഷം ഞാൻ അവളെ വളർത്തിയതാ. ഞാൻ ഒന്നിനും ഒരു കാര്യത്തിനും അവളോട് ചോദിക്കാൻ പോവില്ല. എനിക്ക് ഹാർട്ടിന് പ്രശ്നമുള്ളതാ. എന്റെ പെമ്മക്കളുടെ കല്യാണം കണ്ടിട്ട് മരിക്കണമെന്ന് ഞാൻ വിചാരിച്ചപ്പോ പക്ഷേ ആരുടെയും കല്യാണം കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു.
എന്നൊക്കെ സംസാരിക്കുന്നത് എന്റെ അമ്മ തന്നെയാണോ? വാശി എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം. ഒരു ചെറിയ വൈരാഗ്യത്തിന്റെ പേരിൽ ഇത്രയൊക്കെ ചെയ്തില്ലേ? അല്ല വിക്കി അവളെ... ചെറിയ കാര്യമോ? എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും ഇതേ ചെയ്യുള്ളൂ. നിനക്കത് ചെറിയ കാര്യമാവില്ലായിരുന്നു. അന്നുണ്ടായ അപമാനം ഞാൻ സഹിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയതല്ല. അന്ന് എന്താ സംഭവിച്ചത്? വേദാന്ത് ഒരിക്കൽ പോലും എന്റെ വാക്ക് കേൾക്കാതിരുന്നിട്ടില്ലേ. അങ്ങനെയുള്ള എന്റെ മോൻ ആ വീട്ടുകാരുടെ താളത്തിനൊത്ത് തുള്ളുക. എന്നെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എൻഗേജ്മെന്റ് എന്റെ വീട്ടിൽ വെച്ച് നടത്താമെന്ന് എന്നെ കൊണ്ട് അവനവിടെ പറയിപ്പിച്ചു. എൻഗേജ്മെന്റ് എങ്ങനെ ഒഴിവാക്കാമെന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോ മുന്നിൽ നിന്ന് അവൻ തന്നെയല്ല നടത്തിക്കൊള്ളാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ എന്ത് വേണമെങ്കിലും സഹിച്ചോളാം. പക്ഷേ വേദാന്ത് എന്നെ എതിർത്ത് നിൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എന്റെ മക്കളെ എനിക്കെതിരെ തിരിച്ച ആ വീട്ടുകാരെ വെറുതെ വിടണോ ഞാൻ? അതൊക്കെ ശരി. എന്നാലും ആരതി എൻഗേജ്മെന്റ് വേണ്ടാന്ന് പറയത്തക്ക രീതി ചേച്ചി എന്താ ചെയ്തേ? വിക്കി ആരതിയും കൂട്ടി അമ്പലത്തിലേക്ക് പോകുന്ന കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞു. പറയുമോളെ. എന്റെ വരന്റെ പേര് വിക്രാന്ത് മേനോൻ എന്നാ. മകൻ നക്ഷത്രം, വസിഷ്ഠ ഗോത്രം, കന്നിരാശി. ശരി, നിന്റേത് പറ മോളെ. പൂയ നക്ഷത്രം, കർക്കിടക രാശി, പിന്നെ ഭാരതഗോത്രം. എന്താ മോളെ പറയുന്നത്? തിരുമേനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നീ പയ്യനെ പറ്റി എന്താ പറഞ്ഞത്? ഓർമ്മയില്ലേ? നിന്റെ ആളാണെന്നല്ലേ? അതെ തിരുമേനി, എന്താ കാര്യം? അദ്ദേഹം എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നയാളാ. എന്താ കുട്ടി ഈ പറയണത്? നിങ്ങളുടെ ജാതകം ആരെങ്കിലും കാണിച്ചിരുന്നോ? അതോ നിങ്ങൾ തന്നെ സ്വന്തമായി തീരുമാനം എടുത്താണോ? അയ്യോ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല തിരുമേനി. രണ്ട് വീട്ടുകാരും കൂടെ ചേർന്ന് തീരുമാനിച്ചാണ് നിശ്ചയം നടത്താൻ പോകുന്നത്. ജാതകവും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ തെറ്റായ എന്തോ സംഭവിച്ചിട്ടുണ്ടോ? തെറ്റ് സംഭവിച്ചെന്നോ? എന്താ തിരുമേനി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ നക്ഷത്രത്തിന്റെ രാശിയും ആ പയ്യന്റെ നക്ഷത്രത്തിന്റെ രാശിയും തമ്മിൽ ഒട്ടും ചേരുന്നില്ല. അന്ന് പണിക്കര് ഞങ്ങളുടെ ജാതകം നോക്കി തന്നെയാണ് നിശ്ചയത്തിന്റെ നാളെ തീരുമാനിച്ചത്. അവരേത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നറിയില്ല. അതോ മറ്റാരുടെങ്കിലും നിർബന്ധപ്രകാരം പറഞ്ഞതാണോ എന്നറിയില്ല മോളെ. നിങ്ങൾ ജാതകവും സമയമൊക്കെ നോക്കാണ്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ മോളുടെ ചെക്കന് മരണം വരെ സംഭവിക്കാം മോളെ. ഞാൻ ഈ അമ്പലത്തിലേക്ക് ദിവസവും വരാറുള്ളതാ. എന്നിട്ട് ഇന്നാണ് താങ്കളെ ആദ്യമായിട്ട് കാണുന്നത്. അതെ മോളെ, ഞാൻ വേറെ ഒരു അമ്പലത്തിലും കൂടി പൂജ ചെയ്യുന്നുണ്ട്. ജ്യോതിഷവും നോക്കണുണ്ട്. ഇന്ന് ഇവിടുത്തെ പൂജാരിക്ക് സുഖമില്ലാണ്ടായതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ അധികാരികള് ഇന്ന് എന്നോട് വരാൻ പറഞ്ഞു. ദയവ് ചെയ്ത് ഈ ജാതകം ഒന്ന് നോക്കണേ തിരുമേനി. നോക്കിയവരെല്ലാം പറഞ്ഞത് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നാണ്. ഇത് നോക്കേണ്ട ആവശ്യമില്ല. എന്റെ അനുഭവജ്ഞാനം കൊണ്ട് പറയണതാ. മോളുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ മോളെ. നിന്റെ ഗുരുവിന്റെ ഫലം ശരിയല്ല. അതുമാത്രമല്ല, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന് നിന്നേക്കാൾ പ്രായവും കുറവാണ്. മൊത്തത്തിലൊരു ചേർച്ചക്കുറവ്. ഈ ചെറിയ പ്രായമല്ലേ, ഈ കല്യാണം കഴിച്ച് ജീവിതം പാഴാക്കണോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവില്ലേ തിരുമേനി? പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമുണ്ട് മോളെ. എന്നാൽ ഇത് മരണദോഷമാണ്. പാപഗ്രഹങ്ങളെല്ലാം ഒന്നു ചേരും. ഇത് ധിക്കരിച്ച് നിങ്ങൾ വിവാഹിതരായാൽ പയ്യന്റെ ജീവൻ അപകടം ഉണ്ടാവുന്നുള്ള കാര്യം സത്യ. ഇനി എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ.
അതെല്ലാം സമ്മതിച്ചു. ഇതിൽ ചേച്ചിയുടെ ക്രൈം പാർട്ട്ണർ ആരാ? വേറെ ആരാവാന്? ശാരിക. നല്ല ആളാ ചേച്ചി. ബുദ്ധി കുറച്ച് കൂടുതലാ ചേച്ചി. ചേച്ചിയുടെ ബുദ്ധി ചെസ് കളി മാത്രമല്ല, എൻഗേജ്മെന്റ് മുടക്കുന്ന കാര്യത്തിലും ചേച്ചി വിജയിച്ചു. കൺഗ്രാജുലേഷൻ. വിക്രാന്ത്, വിക്രാന്ത്, വിക്രാന്തിന് എന്തെങ്കിലും? ചേച്ചേ, നോ വേ. ഡോണ്ട് വറി വിക്രാന്ത്, ഞാൻ ഈ പ്രശ്നം തീർത്തു തരാം. വിക്രാന്ത്, വിക്രാന്ത്, നിനക്ക് എന്താ പറ്റിയടാ? വിക്രാന്ത്, എടാ വിക്രാന്ത്, കരയല്ലേ മോനെ? വിക്രാന്ത്, വിക്രാന്ത്, അറിയില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല. ജീവിതത്തിന്റെ വേസ്റ്റ്. എടാ, ഇങ്ങനെ പറഞ്ഞ കാരണം നോക്കി അവൻ പൊട്ടിക്കും. എന്ത് സംഭവിച്ചത് കരുതി? ആത്മഹത്യയാണ് സൊല്യൂഷൻ. ഇത്ര ബോധമില്ല നിനക്ക്? ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് മറന്നുപോയോ നീ? ഞാനിതിനെ ശരിയാക്കാൻ മോനെ. സമാധാനായിട്ടിരിക്കും വിക്രാന്ത്. വിക്രാന്ത്, എനിക്ക് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പറ്റില്ല. ഇങ്ങോട്ട് വാ. കരയാതിരിക്കെ വിക്രാന്ത്, സമാധാനായിട്ടിരിക്കേ. നിന്റെ ഈ ചൈൽഡിഷ് ബിഹേവിയർ ആദ്യം മാറ്റേണ്ടത്. ഇവനെ കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ചപ്പോ ഇതിന്റെ ഫോൺ ബിസി ആണല്ലോ. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും അറിഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് മാനക്കേട്. അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ആ കഴുതയോട് പറയാന്ന് വെച്ചപ്പോ ഫോണാണെങ്കിൽ കണക്ട് ആവുന്നില്ല. ഛേ.